നമ്മുടെ SSLC ബയോളജിയിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഭാഗങ്ങളാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങളുടെ എക്സാമിന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് DNA. ഇത് മിസ് പറയേണ്ട കാര്യം തന്നെ ഇല്ലല്ലോ അല്ലെ. നമ്മൾ DNA റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ മിസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാൻ തന്നെയുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവിടെ നമ്മുടെ ന്യൂക്ലിയോടൈഡിന്റെ കാര്യം വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ ആ DNAയുടെ സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം, അതിൽ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താൻ ചോദിക്കാം, 4 ടൈപ്പ് നൈട്രജൻ ബേസുകൾ ചോദിക്കാം, അവരുടെ പെയറിംഗും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 1 മാർക്കിനായിക്കോട്ടെ 2 മാർക്കിനായിക്കോട്ടെ എല്ലാ പോസിബിലിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ DNAയുടെ സ്ട്രക്ചർ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പാക്കേജിങ്. നമ്മുടെ DNA എങ്ങനെ പാക്കേജ് ചെയ്യുന്നു, അതിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ള ഒരു ഡയഗ്രം ഉണ്ട്. അതിൽ ആ ന്യൂക്ലിയോസോം ഐഡന്റിഫൈ ചെയ്യാൻ, ഒക്ടാമറിന്റെ ആ ഒരു സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ, പിന്നെ ക്രോമസോമിന്റെ ആ സെൻട്രോമിയർ ക്രൊമാറ്റിഡ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ദെൻ നമ്മുടെ ക്രോമസോംസും ടൈപ്സും നിങ്ങളുടെ മോഡൽ എക്സാമിന് പോലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, സൊമാറ്റിക് ക്രോമസോമും അതുപോലെ തന്നെ നമ്മുടെ സെക്സ് ക്രോമസോമും. അതിൽ സെക്സ് ക്രോമസോമിലുള്ള വ്യത്യാസങ്ങൾ XX ആയിരിക്കും ഫീമെയിൽസിന്, XY ആയിരിക്കും നമ്മുടെ മെയിൽസിന് വരുന്നത്. ഇതിൽ തന്നെ ഈ Y എന്ന് പറയുന്ന ജീനിൽ Y എന്ന് പറയുന്ന ക്രോമസോമിൽ SRY ജീൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മുടെ ടെസ്റ്റീസ് അല്ലെങ്കിൽ വൃഷണങ്ങൾ പുരുഷന്മാരിൽ ഫോം ചെയ്യാനുള്ള കാരണം. ദെൻ നമ്മുടെ ടൈപ്സ് ഓഫ് mRNA വരും. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു പോസിബിലിറ്റി ഉള്ളത് നമ്മുടെ DNA-നെയും RNA-നെയും കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ആൻഡ് ടൈപ്പ് ഓഫ് mRNA അല്ല, ടൈപ്പ് ഓഫ് RNAs ആണ് കേട്ടോ. അതിൽ ടൈപ്പ് ഓഫ് RNAs എന്ന് പറയുമ്പോൾ നമുക്ക് mRNA ഉണ്ട്, rRNA ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ tRNA ഉണ്ട്. ഈ 3 ടൈപ്പ് നമുക്ക് ചോദിക്കാം. പിന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ജീൻ ഓഫ് ആക്ഷൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വരാൻ ചാൻസ് ഉള്ളതാണ്, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളതാണ്. അതിൽ നമ്മുടെ ആ ഒരു 2 സ്റ്റേജസ്, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, പിന്നെ അവിടെ നമ്മുടെ ഓരോ ആൾക്കാരെയും അടയാളപ്പെടുത്താൻ, tRNA അടയാളപ്പെടുത്താൻ വരാം, mRNA അടയാളപ്പെടുത്താൻ വരാം, പ്രോട്ടീൻ അടയാളപ്പെടുത്താൻ വരാം, അമിനോ ആസിഡ് അടയാളപ്പെടുത്താൻ വരാം. ഇനി അടുത്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മെൻഡലിന്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്. ഈ മെൻഡലിന്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിൽ നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ് ചോദിക്കാം, ഡൈഹൈബ്രിഡ് ക്രോസ് ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു വരച്ചിട്ടുള്ള ആ ഒരു ഡയഗ്രാംസ് ആണ് ചോദിക്കാം. അതേപോലെ തന്നെ മെൻഡലിൻ്റെ ആ ഒരു ഇതിൽ ഫീനോടൈപ്പ് എന്ത്, ജീനോടൈപ്പ് എന്ത് എന്നുള്ള രീതിയിൽ വരാം. അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ തന്നിട്ട് ഇതിൻ്റെ ഫീനോടൈപ്പ് എന്ത് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഫീനോടൈപ്പും ജീനോടൈപ്പും എഴുതാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ അവരുടെ റേഷ്യോ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറയാം. ഇനി അടുത്തത് നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. ഇത് പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക് കൂടിയാണ്. ഇതിൽ നമുക്ക് ഏതൊക്കെ വരും, നമ്മുടെ കോഡോമിനൻസ്, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, പോളിജെനിക് ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ LLSM, ഇതിനൊക്കെ വിത്ത് എക്സാമ്പിൾ തന്നെ പഠിച്ചു വെക്കണം. ദെൻ ലാസ്റ്റ് നമ്മുടെ ക്രോസിംഗ് ഓവർ മ്യൂട്ടേഷനും ക്രോസിംഗ് ഓവറുടെ ആ ഒരു ഡയഗ്രവും അതുപോലെ തന്നെ കയസ്മ എന്ന് പറയുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗവും നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നമ്മളുടെ ക്രോസിംഗ് ഓവർ എങ്ങനെയാണ് വേരിയേഷന് കാരണമാവുന്നത്, അതുപോലെ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്ത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ, ഇതും നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇതൊരു കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എവല്യൂഷൻ എന്നും അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് നെർവസ് സിസ്റ്റം എന്നും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ എവല്യൂഷൻ്റെ ഏരിയയിലാണ് നമ്മുടെ ഡാർവിൻ്റെ ഫിഞ്ചസ്. ആ ഒരു വേരിയേഷൻ വരാനുള്ള കാരണം എന്താ, അതിൽ നമ്മുടെ ഡാർവിൻ്റെ കുറച്ച് തിയറി ഉണ്ടല്ലോ, നമ്മളുടെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ ഓൾറെഡി വേരിയേഷൻ ഉള്ള ആൾക്കാർ, ഫേവറബിൾ വേരിയേഷൻ ഉള്ളവരെ സർവൈവ് ചെയ്യും, നേച്ചർ സെലക്ട് ചെയ്യും. ആ ഒരു ഫ്ലോ ചാർട്ടും ആ ഒരു ഓർഡറും നോക്കി വെക്കാം. അതുപോലെ തന്നെ ലാമാർക്കിൻ്റെ തിയറിയും ഡാർവിൻ്റെ തിയറിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ലാമാർക്കിൻ്റെ തിയറി റിജക്റ്റ് ആയത്, അതുപോലെ തന്നെ ഡാർവിൻ്റെ തിയറിയിൽ ലാമാർക്കിൻ്റെ തിയറിയിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെ അത് കറക്റ്റായിട്ട് ഡിഫറൻസസ് പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ സ്പീസിയേഷൻ, എങ്ങനെയാണ് ഒരു സ്പീഷീസ് ഉണ്ടാവുന്നതെന്നുള്ളതും ഒരു ഫ്ലോ ചാർട്ട് പോലെ പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നമ്മുടെ ഹ്യൂമൻ എവല്യൂഷണറി ട്രീ, അതേപോലെ നമ്മുടെ ല്യൂക്ക MRCA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം, ആ ഒരു ഡൊമൈൻസ് ഏതൊക്കെ, കിങ്ഡംസ് ഏതൊക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ മെമ്പേഴ്സ് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ, അതിൽ ആ പ്രൈമേറ്റ്സ് മുതൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈമേറ്റ്സിൽ നിന്ന് നമുക്ക് ആന്ത്രോപോയിഡെ, അതിൽ നിന്ന് സെർക്കോപിത്തിക്കോയിഡെ, ഹൊമിനോയിഡെ, അതിൽ നിന്ന് ബാക്കിയുള്ളവരുടെ ആ ഒരു കറക്റ്റ് ഓർഡർ. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, നമ്മളുടെ ഓരോ ഹ്യൂമൻസിലും നമ്മൾ ലാസ്റ്റ് ഹോമോസാപ്പിയൻസിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു ഓർഡർ പഠിച്ചു വെക്കാം. ദെൻ നമ്മുടെ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള നമുക്ക് ഫോസിൽ എവിഡൻസസ് ഉണ്ട് മോളിക്കുലാർ ബയോളജിയിൽ നിന്ന്, അതായത് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ പാറ്റേൺ
പാറ്റേൺ നമ്മൾ നോക്കിയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചിലത് കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് കിട്ടിയതുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം പറയുമ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ ബ്രെയിന്, സ്പൈനൽ കോഡ്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള നമ്മുടെ നെർവ്സ്. ഓക്കെ, പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെയും സ്പൈനൽ കോഡിൻ്റെയും സ്ട്രക്ചറും ഫംഗ്ഷനും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. ഈ ഒരു 2 സാധനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അടയാളപ്പെടുത്താനുള്ള പോസിബിലിറ്റി ഉണ്ടാകും. അതായത് ഡയഗ്രാം തന്നിട്ട് ഈ ഭാഗം ഏത്, അതിൻ്റെ ഫംഗ്ഷൻ ഏത്, നമ്മളോട് അടയാളപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാകും. പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായ ഒരു ഭാഗമാണ് മക്കളെ, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ സിനാപ്സ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഡയഗ്രാം നോക്കുക. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, അത് നമ്മളെ എന്താ പറയുക, ആക്സോണിൻ്റെ ടിപ്പിലുള്ള സിനാപ്റ്റിക് നോബ്, അതിനകത്ത് സിനാപ്റ്റിക് വെസിക്കിൾ, അതിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കാം. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു, തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിലുള്ള റിസെപ്റ്റേഴ്സിലേക്ക് പോകുന്നു. അതിനിടയിലുള്ള ആ ഫ്ലൂയിഡ് ഫീൽഡ് ഗ്യാപ്പാണ് നമ്മുടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. പിന്നെ നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എപ്പോഴാണ് ആക്ടിവേറ്റഡ് ആവുക? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന് തന്നെ നമുക്ക് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും അവരുടെ ഫംഗ്ഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. അതായത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ സിമ്പത്തറ്റിക് എപ്പോഴാണ് ആക്റ്റീവ് ആവുക, പാരാസിമ്പത്തറ്റിക് എപ്പോഴാണ് ആക്റ്റീവ് ആവുക. അതുപോലെ നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ, അതിൽ നമുക്ക് ആ റിഫ്ലെക്സ് ആർക്ക്, ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ഈ 2 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെ നിന്നാണ് നിങ്ങളുടെ എക്സാമിന് ചോദ്യങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മക്കൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ലൈവിൽ ചെയ്യാൻ പോകുന്നത്. ലൈവ് മിസ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു ലൈവിൽ കാണാം.